വെൽക്കം. നമ്മുടെ ഇ-കൊമേഴ്സ് സീരീസിൻ്റെ 4ാമത്തെ ദിവസമാണിന്ന്. ഈ 4ാമത്തെ ദിവസമായപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. കുറച്ച് ആൾക്കാർക്ക് ഡൗട്ടുള്ള കാര്യമാണ്, നമ്മൾ ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എന്തിനാണ് ഈ ഡൊമൈൻ? അതേപോലെ നമ്മൾ ഷോപ്പിഫൈയിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, എന്തിനാണ് ഷോപ്പിഫൈ എന്നൊക്കെ കുറേയൊക്കെ ഡൗട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഡൗട്ട് ക്ലിയർ ആക്കുകയാണ് മെയിനായിട്ട്. പിന്നെ നമ്മൾ വാങ്ങിയ ഡൊമൈനും പിന്നെ ഷോപ്പിഫൈയും കണക്റ്റും ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഡൗട്ട്, എന്തിനാണ് ഡൊമൈൻ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കോഴിക്കോടാണ് നമ്മൾ ബിസിനസ് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കോഴിക്കോട് എവിടെയാണെന്ന് വെച്ചാൽ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക, മാവൂർ റോഡിലാണ് അല്ലെങ്കിൽ പാലായിയാണ്, അങ്ങനെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്താൽ അവർ അവിടെ കറക്റ്റ് വന്നോളും. അതേപോലെ നമ്മളൊരു ഇ-കൊമേഴ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക? നമുക്കൊരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണ്ടേ? അവർ ബ്രൗസറിൽ ഗൂഗിളോ അല്ലെങ്കിൽ ക്രോമോ എന്തെങ്കിലും എടുത്തൊരു ബ്രൗസറിൽ സെർച്ച് ചെയ്യണ്ടേ നമ്മുടെ ഒരു അഡ്രസ്സ്? ആ ഒരു അഡ്രസ്സ് ഫോർ എക്സാമ്പിൾ എൻ്റെ കമ്പനീൻ്റെ പേര് ഇപ്പോൾ ഡിമിസ്ക് എന്നാന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ഗൂഗിളിൽ കയറി dmisk.com എന്ന് സെർച്ച് ചെയ്താലാണ് എൻ്റെ ഇ-കൊമേഴ്സ് സൈറ്റിലേക്ക് അവർക്ക് കയറാൻ പറ്റുള്ളൂ. കോഴിക്കോടുള്ള മാവൂർ റോഡിലുള്ള നമ്മുടെ ഷോപ്പിലേക്ക് അവരെങ്ങനെയാണോ വരുന്നത്, കസ്റ്റമേഴ്സ് എങ്ങനെയാണോ വരുന്നത്, അതേപോലെ തന്നെയാണ് dmisk.com എന്നുള്ള ഒരു അഡ്രസ്സ് നമ്മൾ ബ്രൗസറിൽ അടിച്ചാലാണ് എൻ്റെ ഇ-കൊമേഴ്സ് സ്റ്റോറിലേക്ക് നമ്മുടെ കസ്റ്റമറിന് കയറാൻ പറ്റുള്ളൂ. ആ ഒരു അഡ്രസ്സ് സിമ്പിളായിട്ട് പറയാമെന്നാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ ആ ഒരു അഡ്രസ്സാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ആ അഡ്രസ്സാണ് നമ്മൾ ഗോഡാഡിയിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. നമ്മുടെ മുമ്പുള്ള സീരീസിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഗോഡാഡിയിൽ നിന്ന് നമ്മളൊരു ഡൊമൈൻ വാങ്ങിയിട്ടുണ്ട്. ആ ഡൊമൈനാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റിലേക്ക് എത്തുന്നത്. ഇനി കോഴിക്കോട് മാവൂർ റോഡ് എത്തി, അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയാലാണ് നമ്മളെ പ്രൊഡക്ട്സ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. അതേപോലെ നമുക്കൊരു പ്രൊഡക്ട്സ് ഷോക്കേസ് ചെയ്യണം കസ്റ്റമർക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഷോപ്പിഫൈയിലാണ് നമ്മളെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. വെബ്സൈറ്റും നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഷോപ്പിഫൈയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഡൊമൈൻ സെർച്ച് ചെയ്യുമ്പോൾ കസ്റ്റമർ ഒരു വെബ്സൈറ്റിൽ ഓപ്പൺ ആയി വരും. ആ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷോപ്പിഫൈ അക്കൗണ്ട് എടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഡൊമൈൻ വാങ്ങിയിട്ടുണ്ട്, മുമ്പത്തെ വീഡിയോയിൽ ഷോപ്പിഫൈയിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡൊമൈനും ഷോപ്പിഫൈ ആയിട്ട് കണക്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് അതെങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഷോപ്പിഫൈയിൽ അക്കൗണ്ട് എടുത്തുകൊണ്ട് നമുക്ക് admin.shopify.com എന്ന് പറയുന്ന ഒരു സൈറ്റിൽ ആക്സസ് ഉണ്ടാവും. അതിൽ സൈഡിൽ ഡൊമൈൻ എന്ന് പറയുന്നൊരു മെനു ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആവുക. അവിടെ കണക്ട് എക്സിസ്റ്റിംഗ് ഡൊമൈൻ എന്നുള്ളടുത്ത് ഇതേപോലെ ഒരു പോപ്പ് ഓൺ ആയി വരും. അവിടെ നമ്മുടെ ഗോഡാഡിയിൽ നിന്ന് വാങ്ങിയ ഡൊമൈൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോഡാഡിയിൽ നിന്ന് ഡൊമൈൻ എടുത്തെങ്കിൽ ഷോപ്പിഫൈക്ക് ഫെച്ച് ചെയ്ത് മനസ്സിലാക്കും ഇത് ഗോഡാഡിയിൽ നിന്നാണ് വാങ്ങിയെന്നുള്ളത്. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഗോഡാഡി ലോഗിൻ ചെയ്യാൻ ചോദിക്കും. ലോഗിൻ ചെയ്ത് നമ്മൾ അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഷോപ്പിഫൈയും ഡൊമൈനും കണക്ട് ആവും. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഡൊമൈൻ കണക്ട് ആയിട്ടുണ്ട് നമ്മുടെ ഷോപ്പിഫൈയുമായിട്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ഒന്ന് എടുത്തിട്ട് dmisk.com എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പുതിയ സൈറ്റിലേക്ക് ഓപ്പൺ ആയി വരും. ഷോപ്പിഫൈൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഓപ്പണിംഗ് സൂൺ എന്നുള്ളൊരു സൈറ്റ് ഉണ്ട്, അതിലേക്ക് ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങൾ ഡൊമൈൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഷോപ്പിഫൈ അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കണക്ട് ചെയ്യുക. ഇനി വാങ്ങിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് വാങ്ങേണ്ടത് എന്നുള്ളത് നമ്മുടെ മുമ്പത്തെ വീഡിയോയിലെല്ലാം കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത ദിവസം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു തീം സെറ്റിംഗ് ആണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇന്നത്തെ ദിവസം ഖലാസ്.